ലിപിയാണ്. ലിപി എന്ന് പറയുന്നൊരു പെങ്കൊച്ചാണെന്ന് തോന്നുന്നു എന്നെ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനകത്ത് വരുന്നതെല്ലാം വേറെ വേറെ കാര്യങ്ങളൊക്കെയാണല്ലോ. യുക്തിവാദികൾ കൂടുതലുള്ള ഒരു ഗ്രൂപ്പാണത്. ഓക്കെ, ഐ ഡോണ്ട് ലൈക്ക് ദിസ് ഗ്രൂപ്പ്. പ്ലീസ് ഹലോ ഇറങ്ങിപ്പോയിക്കോളൂ. ഓക്കെ, താങ്ക് യു. എന്തെന്നറിയോ, ദൈവം ഒന്നേ ഉള്ളു. ദൈവം നമ്മളെല്ലാം കാണണം. അതായത് താങ്കൾ എന്റെ ദൈവത്തെ കാണുന്നുണ്ട്. അല്ല സുഹൃത്തെ, ന്യൂസ് ഗ്രില്ലിലേക്ക് ആഡ് ചെയ്തത് ഞാനല്ലല്ലോ, ആണോ? ഓക്കെ, മറ്റൊന്നല്ല ഷെഫീന മാം, you are not a real Christian. My wife's name is Sabina. He is almost a Muslim. He should understand this time too. He is converted to Christian. റിയൽ ക്രിസ്ത്യൻ ആയിട്ട് അവൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഇതിനകത്ത് കുറച്ച് എന്റെ മകന്റെ പേര് യേശുദാസ്. യേശുദാസിന്റെ അനിയന്റെ പേരാണ് എന്റെ പേര്. പുള്ളിക്കാരൻ മരിച്ചുപോയി കൊറോണ സമയത്ത്. ജസ്റ്റിൻ. ഞാൻ കീബോർഡ് ടെക്നീഷ്യൻ ആണ്. നിങ്ങളുടെ അർത്തുങ്കലും ആലപ്പുഴയിലെ ഓടി നടന്ന കീബോർഡ് ഉണ്ടാക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഈ യുക്തിവാദം എന്ന് പറഞ്ഞ സംഭവം ഇല്ലേ, നിങ്ങൾ ഇതിനകത്തുള്ള കുറച്ച് പേരാണ് പിന്നെ ശബരിമല പ്രശ്നം ഉണ്ടാക്കിയെന്ന് എനിക്ക് ഇതിന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ എന്റെ അയ്യപ്പനെ ഇഷ്ടംപോലെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. പിന്നെ സരസ്വതി ദേവി ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. സമ്മതിച്ചു. യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദിസ് ടൈം. എന്റെ പൊന്നു ചേച്ചി എന്തെന്നറിയോ, എന്റെ പൊന്നു ചേച്ചി എന്തെന്നറിയോ, യേശപ്പനല്ലേ നിങ്ങളുടെ ദൈവം? യേശപ്പനല്ലാതെ യേശുവാണ്. സമ്മതിച്ചു. പക്ഷെ ഞങ്ങളൊക്കെ എന്തുകൊണ്ടാണ് റിയൽ ക്രിസ്ത്യനായിട്ട് ജീവിക്കുന്നത്? സിന്ധു നദിയുടെ സംസ്കാരത്തിൽ നിന്ന് പറഞ്ഞവരാണ് ഈ ഇന്ത്യക്കാർ മുഴുവനും. ഒരു തോമസ് ലീ ഒന്നാണ് മഹമ്മൂദ് സമുഖിയിട്ട് ഞങ്ങളെ കുറച്ച് പേരെ. തോമസ് ലീ വരുമ്പോഴത്തേക്ക് തോമസ് ലീ ഇവിടെ വന്നിട്ടില്ലെന്നാണല്ലോ മാർപ്പാപ്പ പറഞ്ഞത്. ദൈവമേ, എന്റെ പൊന്നു ചേച്ചി, അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. തോമസ് ലീ മാത്രമേ ഇവിടെ ക്രിസ്ത്യൻ ആവുള്ളൂ. ഹലോ മാം, ഞാൻ തിയോളജി പഠിച്ച വ്യക്തിയാണ്. ഞാൻ എക്സമേരിയനാണ്. സെമിനാറിൽ നിന്ന് പഠിച്ചിറങ്ങിയ വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തോമസ് ലീ വന്നെന്ന് കള്ളം പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കണോ സഹോദര? ആര് പറഞ്ഞു? തോമസ് ലീ വന്നിട്ടുണ്ടല്ലോ. ഇല്ലെന്ന് മാർപ്പാപ്പയല്ലേ, നിങ്ങളുടെ മാർപ്പാപ്പയല്ലേ പറഞ്ഞത് അങ്ങേര് വന്നിട്ടില്ലാന്ന്? ആര് പറഞ്ഞു? ഞാൻ തർക്കിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ പൊന്നു ചേച്ചി, ഷെഫീന ചേച്ചി. എന്റെ ചോദ്യം വളരെ നിസ്സാരമാണ്. ഈ അയ്യപ്പന് നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രഹ്മചാരി ആയതുകൊണ്ട് ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് വെളുത്തച്ഛൻ കഥയൊക്കെ വന്നതല്ലേ? അപ്പൊ മനസ്സിലായി. വെളുത്തച്ഛൻ എന്ന് പറഞ്ഞ വ്യക്തി കുറച്ച് അയ്യപ്പന്മാർ അവിടെ വന്ന് മാല ഉരി വെക്കുന്നത് കൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷെ അതെന്താ, നാനാത്വത്തിൽ ഏകത്വം പുലർത്തുന്ന സമൂഹമാണ് ഇന്ത്യ മുഴുവൻ. പക്ഷെ നിങ്ങൾ പിന്നെ ആ സ്ഥലം അങ്ങ് കൊടുക്കാത്തത് ശിവൻ ഇരിക്കുന്ന കോവിലാണെന്നാണല്ലോ അവര് പറഞ്ഞത്. ആർത്തുങ്കപ്പള്ളി. ആര് പറഞ്ഞു? അത് ടി.ജി. മോഹൻദാസ് അങ്ങനെയല്ല പറഞ്ഞേ. ചേച്ചി പറഞ്ഞേക്ക് എന്റെ പൊന്നു ചേച്ചി. അല്ല, ഞാൻ പറഞ്ഞല്ല, എനിക്കിപ്പോ അറിയത്തില്ല. ഞാൻ ആർത്തുങ്കൽ പള്ളിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ അത് ശിവനാണ് അവിടെ ഇരിക്കുന്നതെന്നാ പറഞ്ഞു. നടന്നുകൊണ്ടിരിക്കുക. അവിടെ വരുന്ന ഏറ്റവും കൂടുതൽ വ്യക്തികളായിരുന്നല്ലോ വിശ്വാസികള്, ഹിന്ദുസ് ആണ്. അതാണ് അവരുടെ ക്ഷേത്രമല്ലേ, ശിവൻ അതിനകത്ത് ഇരിക്കുകയല്ലേ. ചേച്ചി പറഞ്ഞേക്ക്. ദൈവമേ, തെറ്റിദ്ധരിപ്പിച്ചെന്നെ അങ്ങോട്ടേക്കൊന്ന് വഴിതിരിപ്പിച്ചു വിടാതെ. അല്ല ജസ്റ്റിനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അവിടെ ഇരിക്കുന്നത് ശിവന്റെ ലിംഗമാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരവിടെ വന്നപ്പോൾ നിങ്ങൾ പങ്കായ എടുത്ത് ഓടിച്ചത് എന്തിന്? അത് കടപ്പുറക്കാര് എന്ന് പറഞ്ഞാൽ വിവരം കെട്ടവരാണ്. സമ്മതിച്ചു. സത്യം. അവിടെ ശിവന്റെ അമ്പലം. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്. എന്റെ അപ്പൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്. മൈ ഫാദർ ഇസ് എ ഫിഷർമാൻ, യു നോ. എന്നിട്ട് അത് ചെയ്യാൻ അവരുടെ അമ്പലം അവർക്ക് തിരിച്ചു കൊടുക്കണം. അതാണ് ന്യായം. ചേച്ചി പറഞ്ഞേക്ക് നില്ല്. ഇപ്പം പലയിടത്തും ഇങ്ങനെയല്ലേ നടക്കുന്നത്. പലയിടത്തും ഇങ്ങനെയാണ് നടക്കുന്നത്. വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് പല പല വഴിക്ക് വിടുന്നതാണ്. പക്ഷെ നമ്മൾ തിയോളജി പഠിച്ച വ്യക്തികളൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കില്ലേ. അല്ല, എന്റെ ഒരു സംശയം ചോദിക്കണം. ആർത്തുങ്കൽ പള്ളി ശിവന്റെതാണോ യേശപ്പന്റെയാണോ? ആര് പള്ളി? ആർത്തുങ്കൽ. ആർത്തുങ്കൽ. ശരി, ആർത്തുങ്കൽ. ആർത്തുങ്കൽ പള്ളി എന്ന് പറയുന്ന സംഭവം ക്രിസ്ത്യാനികളുടെ പള്ളിയാണ്. അപ്പൊ പിന്നെ ശിവൻ അവിടെ ഇരിക്കുന്നതിന്? ശിവൻ അവിടെ ഇരിക്കുന്ന ആരാ പറഞ്ഞത്? ടി.ജി. മോഹൻദാസ്. അവന്റെ തലമണ്ടക്കിട്ട് അടി കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. എല്ലാം കൂടെ പറയരുത്. അവിടെ കൂടുതൽ വരുന്ന ഹിന്ദുക്കളല്ലേ?
അപ്പൊ അവിടെ ശിവൻ ഇരിക്കുന്നോണ്ടല്ലേ അവിടെ ആളുകൾ കൂടുതൽ വരുന്നേ? ഷെബീന ചേച്ചി പറഞ്ഞേൾക്ക്, എന്നാ ഞാൻ പറയുന്നത് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചു വിടരുത്. ഷെബീന ചേച്ചി വേറെ ലിവിംഗ് ഏരിയ. സത്യത്തിൽ ഈ ശബരിമല ഇരിക്കുന്നത് യേശുവാണ്, അതേ അയ്യപ്പനാണ്? അത് അയ്യപ്പനാണ്. പുള്ളി പന്തളത്ത് ജനിച്ച വ്യക്തിയാണ്. അപ്പം ആർത്തുങ്കൽ ഇരിക്കുന്ന വ്യക്തി എന്ന് പറയാൻ പുള്ളി ജനിച്ചത് നർബോന എന്ന് പറഞ്ഞ നഗരിയിലാണ്. അത് നർബോന നഗരിയിൽ അയ്യപ്പനാണ്? അല്ല, നോട്ട് അവിടെ നിന്ന് അവർക്കൊന്നും കേറാൻ പറ്റത്തില്ല. ചേച്ചി പറഞ്ഞേൾക്ക്, ചേച്ചി വിശ്വാസം പലതരത്തിലാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു വിടുന്നത്. പക്ഷെ ഏകദൈവ വിശ്വാസം അതൊരിക്കലും നമ്മളെ കളയരുത്. അതുകൊണ്ടാണ് ഞാൻ തർക്കിച്ച്, ചേച്ചി എനിക്ക് മനസ്സിലായി. ഷെഫീന എന്ന് പറഞ്ഞ പേര് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി തർക്കിക്കാൻ പിന്നെ ഇത്തിരി പ്രാപ്തിയുള്ള വ്യക്തിയാണ്. ഞാൻ തിയോളജി മറ്റുള്ളതൊക്കെ പഠിച്ച വ്യക്തിയാണ്. ഐ എം ഓൾമോസ്റ്റ് ഇലക്ട്രോണിക് ടെക്നീഷ്യൻ, പിയാനോ ടെക്നീഷ്യൻ, പിയാനോ. പക്ഷെ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ, ഞാൻ നിങ്ങൾ അതിനകത്ത് ചേർത്ത് വിട്ടിട്ടില്ല. ചേച്ചി മറ്റൊന്നല്ല അതിനകത്തുള്ള കുറച്ച് മെസ്സേജ് കണ്ടപ്പോഴല്ലേ എനിക്ക് ഒത്തിരി ഹട്ട് ചെയ്തു. അത് യുക്തിവാദി ഗ്രൂപ്പ് അല്ലേ സഹോ? അവർക്ക് യുക്തിവാദമാണ്, അവര് ശാസ്ത്രാവബോധം കൂടുതലുള്ള മനുഷ്യരാണ്, അവരെ നമുക്കൊന്നും പറയാനില്ല. സമ്മതിച്ചു. യുക്തിവാദം എന്ന് പറയുന്ന സംഭവമില്ലേ, ദൈവം ഒരുവനുണ്ട് എന്നുള്ള വിശ്വാസം മായാവിയാണ് എന്റെ ദൈവം. ആര് പറഞ്ഞു? ആ മായാവി മതക്കാലിയ കണ്ടോ? ചേച്ചിക്ക് എത്ര മക്കളുണ്ട് ചേച്ചി? 2 ആൺമക്കൾ. എനിക്ക് 2 ആൺമക്കളുണ്ട്, കറക്റ്റ്. പക്ഷെ ഒരുത്തൻ മരിച്ചുപോയി, ജോയൽ ദാസ് മരിച്ചുപോയി. വൈഫ് മുസ്ലിം ആയിരുന്നു, പോയി കളഞ്ഞോണ്ട് പോയി. പോട്ട് സാരമില്ല. അതെന്താ ആ പെണ്ണ് കളഞ്ഞിട്ട് പോയോ? പോട്ടെ അവരൊക്കെ അവർ സ്റ്റൈൽ പോട്ടെ. മുസ്ലിം എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 10 കെട്ടില്ലെങ്കിൽ അവർ പന്നിക്കറന്നുമാരാണല്ലോ. പക്ഷെ പെണ്ണുങ്ങൾ അങ്ങനെയല്ലല്ലോ, കളഞ്ഞിട്ടൊന്നും പോകത്തില്ല. കളഞ്ഞിട്ട് പോയി, പോട്ട് സാരമില്ല ചേച്ചി. സാറ് ഷെഫീന സബീന ഈ ഷെഫീന എന്നുള്ള ഇവരിതിനകത്ത് നിന്ന് കുറെ മെസ്സേജ് ഞാൻ ഇങ്ങനെ കണ്ടു. ട്രെയിനിൽ ഇന്ന് അർത്തുങ്കലായിരുന്നു ഞാൻ. ഇന്നലെ മറ്റേ എഴുപന്ന ബൈജുവിന്റെ ഒരു പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അച്ഛന്മാര്. അപ്പൊ എഴുപന്ന ബൈജുവിന്റെ ഒരു സിനിമ കൂടോത്രം, അതിന്റെ ഇനോഗ്രേഷൻ ചടങ്ങായിരുന്നു. പക്ഷെ മറ്റൊന്നല്ല, ഞാൻ കീബോർഡ് ടെക്നീഷ്യൻ ആയിരുന്നു. കൊല്ലം കാഫിലെ മെമ്പറാണ് ഞാൻ, കേരള ആർട്ടിസ്റ്റ് അറ്റൻഡ്. ഐ എം ഓൾമോസ്റ്റ് സിംഗിങ് ലെവൽ സിംഗറാണ്. പക്ഷെ ജസ്റ്റിൻ എന്നുള്ള പേര് ആരുടെ അനിയന്റെ പേരെന്നറിയോ? നമ്മുടെ ബഹുത്ത ഗായകന്റെ അനിയന്റെ പേരാണ് യേശുദാസ്. നമുക്ക് മറ്റേതിലേക്ക് വരാം. ഇവിടെ മതം കൂടിയ കേസിലേക്ക് വരാം. അതെന്തുവാ? മതം പണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ സിന്ധു നദിയുടെ സംസ്കാരത്തിലാണ്. അതായത് ഞാൻ ചരിത്രം പഠിച്ചോണ്ടാ, ഞാൻ ബി എ പഠിച്ച വ്യക്തിയാണ്. BA എക്കണോമിക്സ് ഹിസ്റ്ററിയാ? നോട്ട് ഹിസ്റ്ററി. അപ്പൊ ചരിത്രം എനിക്കൂടെ പറഞ്ഞ നമ്മുടെ ഫ്രണ്ട്ലിയാണ്. ലെഫ്റ്റായി മാറുന്നില്ല, അവിടെ ലെഫ്റ്റ് ആകരുത്, അതാണ് എന്റെ ആഗ്രഹം. നമ്മള് കട്ടൊക്കെ അടിച്ച് നമ്മളെന്തിനാ പേടിച്ചോടുന്നത്? നമ്മള് വിശ്വാസികളല്ലേ. ചേച്ചി പറഞ്ഞേൾക്ക്, നമുക്ക് ദൈവം തന്ന ദാനം എന്താണ്? ആരൊക്കെയാണ്? ഇവിടെ ഒരുത്ത ഭയങ്കര വർത്താനം, അതാണ് കുഴപ്പം. മോന അവന് എത്ര വയസ്സുണ്ട്? അവൻ 26 വയസ്സുണ്ട്. അതെ, ഈ നമുക്ക് ആദ്യത്തെ ആഗോള പ്രതിഭാസം പറയാം. ചേച്ചി പറഞ്ഞേൾക്ക്, ഐ ആം ഓൾമോസ്റ്റ് ഹിസ്റ്റോറിക്കൽ ലെവൽ, യു നോ, ആൻഡ് എ കീബോർഡ് ടെക്നീഷ്യൻ, യു നോ. ഈ പറഞ്ഞത് തന്നെ തിരിച്ചു പറയണ തലയ്ക്ക് സുഖമില്ല. തന്നെ പൈങ്കുളത്തുണ്ട് പോയി കറണ്ട് അടിക്കും. കറണ്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന വ്യക്തിയാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ്. നിങ്ങൾക്ക് ഈ പുണ്യാളം വന്ന് മതം കൂടിയതൊന്നും അല്ലാതെ ഡച്ചുകാർ വന്നപ്പോ നിങ്ങളെ ക്രിസ്ത്യാനിയാക്കി എന്ന് പറയാൻ എന്താ ബുദ്ധിമുട്ട്? നിങ്ങൾ ആർ സി ആണോ മാർത്തോമയാണോ ബന്ധക്കോസാണോ? റോമൻ കത്തോലിക്. നിങ്ങള് ബ്രാഹ്മൺസ് മതം കൂടിയതാണോ അല്ലേ? ദാസേട്ടനെ കേട്ടത് അമ്പലത്തിനകത്ത് നിന്ന് കീബോർഡ് നന്നായി കൊടുത്ത ചരിത്രമുള്ള വ്യക്തിയാണ്. ആ ചരിത്രം നിൽക്കട്ടെ, ഞാൻ ചോദിക്കുന്ന ഈ ആർസിക്കാരെല്ലാം ഈ പറയുന്ന രീതിയിൽ ബ്രാഹ്മൺസ് മതം കൂടിയതല്ലേ? അതെ, കൺവേർട്ടഡ് ക്രിസ്ത്യൻ. അതായത് ബ്രാഹ്മണന്മാര് മതം മാറിയത്. കൺവേർട്ടർ ആയത്. പക്ഷെ ബ്രാഹ്മണന്മാർ എന്തിനാ മതം മാറുന്നേ? പക്ഷെ ഞങ്ങളെല്ലാം
ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ ലത്തീൻസ് അല്ലേ? അതെ, ലാറ്റിൻസ് ആണ്, റോമൻസ് സെയിം തന്നെയാണ്. അവര് ബ്രാഹ്മൺസ് ആയിരുന്നോ? പിന്നെ അല്ലാണ്ട്. ഓ നിങ്ങൾ അതെന്താ മറ്റേ ഇത്തിരി താഴ്ന്നതാണെന്ന് പറഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടുണ്ടോ? എങ്ങനെ? ഐ മീൻ ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മളിപ്പോ കുറച്ച് പുലയ സമുദായം, പറയ സമുദായം, ആദിവാസികൾ. അയ്യോ, അങ്ങനെ ഞങ്ങൾക്കില്ല. അങ്ങനെ ഞങ്ങൾ ബ്രാഹ്മണരാണ്. നിങ്ങൾക്കില്ല. സോറി, നിങ്ങൾക്കാണ് ഉള്ളത്. അതെ, ഞങ്ങൾ ആദിവാസികളാണ്. ഞങ്ങള് മുസ്ലിങ്ങള്, ഈ മുസ്ലിങ്ങളെല്ലാം ആദിവാസികളാ. കുഴപ്പാ, മുസ്ലിംസ് ആദിവാസികളാ. ആദിവാസികൾ മതം കൂടിയതാ. ആര്? മുസ്ലിംസ്. ഞാൻ പറഞ്ഞ കൂടി. അമ്മാരുടെ അടുത്ത് എത്ര ദേശീയ? ലോകത്തിലെ ഏറ്റവും നികൃഷ്ട ജന്തുക്കൾ എന്ന് പറഞ്ഞ അവന്മാരാണ് മുസ്ലിംസ്. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നല്ലവണ്ണം ജീവിക്കുന്ന കുടുംബങ്ങളെ തകർക്കാവോ ആ രീതിയിലും ചിന്തിക്കുന്നവരാണ് മുസ്ലിംസ്. പക്ഷെ അവര് നന്നായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. അവരൊക്കെ എന്ന് പറഞ്ഞാൽ ബിസിനസ് മൈൻഡ് ചെയ്യും. You please understand this time to please. എന്ന് വെച്ചാൽ അവന്മാരെല്ലാം നല്ല സ്വസ്ഥമായി ജീവിക്കുന്നു, മറ്റുള്ളവരെ ജീവിക്കാൻ വിടുന്നില്ല. അനുവദിക്കരുത്. അതാണ് പോയിന്റ്. വിടരുത് നമ്മളെ. പക്ഷെ ഞാൻ ഒരുപാട് ദുഃഖം അനുഭവിക്കുകയാണ്. ഇതൊക്കെ നിങ്ങളുടെ അനിയന് ഒരു പെണ്ണുമ്പള കളഞ്ഞിട്ട് പോയതിനല്ലേ സഹോദര ഈ മൊത്തം മേത്തന്മാരെ കട നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? മോശമല്ലേ? അതുകൊണ്ട് തന്നെ ആ സബീന എന്ന പെണ്ണ് നിങ്ങളുടെ അനിയനെ കളഞ്ഞു പോയത് കൊണ്ടല്ലേ നിങ്ങൾ ഇത്രയും? ആ ചുമ്മാ നേരം പോകാൻ വേണ്ടി വണ്ടി കയറിയിരിക്കുന്ന ഒരു മേത്തച്ചി തേച്ച് അല്ല. ഈ മേത്തച്ചി പെമ്പിള്ളേരെ കൊണ്ടുള്ള ശല്യം എവളുമാര് കാണാൻ ഒരു മൊത്തം. കേക്കാം, പറ. മറ്റൊന്നല്ല, ഈ മുസ്ലിം എന്ന് പറയുന്ന സമൂഹമില്ലേ, നമ്മുടെ മൊത്തം കേരള സമൂഹത്തെ. എന്താ മേത്തച്ചി പെണ്ണ് അവിടെ ഉണ്ടോ രഹസ്യമായിട്ട് പറയുന്നു? എന്റെ നിങ്ങൾ വാടക വീട്ടിലാ താമസിക്കുന്നത്? ഓ ശരി, ഓക്കെ. കേക്കുന്നില്ല, വലിച്ചു പറ. ഈശ്വര, കേക്കാൻ വയ്യല്ലോ. ഇതെന്ത് മറിമായം? ആ ഹെഡ്സെറ്റ് എടുത്ത് മാറ്റിയിട്ട് സംസാരിച്ചാലേ കേൾക്കത്തുള്ളൂ. എനിക്കൊന്നും കേൾക്കാൻ വയ്യ, സത്യമായിട്ടും കേൾക്കാൻ വയ്യ.